ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആന പരിപാലന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കോട്ടൂരാണ് ഈ ഒരു ആന പരിപാലന കേന്ദ്രം ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല കിടിലൻ പാർക്കിംഗ് ആണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലിയ പാർക്കിംഗ് ആണ്. നമ്മളിവിടെ ആനയുണ്ട്, ആനയുടെ ഉണ്ണിയുണ്ട്, എൻ്റെ ബ്രദർ വരുന്നുണ്ട്. സർവീസ് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതാ വിഴിഞ്ഞം, ബാലനപുരം, കാട്ടാക്കട, കുറ്റിച്ചൽ, കോട്ടൂർ, കാപ്പുകാട് ആനടി പോലെ വണ്ടിയാണ്. അപ്പോൾ അവിടെ തന്നെയായിരിക്കും ടിക്കറ്റ്, എക്കോ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. ഈ കാണുന്നത് ടോയ്ലറ്റാണ്, ജെൻസിൻ്റെ ടോയ്ലറ്റാണ് ഗൈസ്. അടിപൊളി. പ്ലാസ്റ്റിക് എടുക്കുന്നതിന് കുഴപ്പമില്ല, കളയില്ല അവിടെ, അതിനകത്ത് കളയില്ല. വേസ്റ്റ് ബോക്സ് ആണ്. ടിക്കറ്റ് എടുക്കുന്ന കാര്യം ഒന്നിൻ്റെ ചിലവ്. ടിക്കറ്റ് എടുക്കും. ഈ കാണുന്നത് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളുടെയും റേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ വണ്ടികളുടെ പാർക്കിങ്ങിൻ്റെതും കോട്ടേജിൻ്റെതും ട്രക്കിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് ഈ ഇരിക്കുന്നത്. നല്ല വൃത്തിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല മനോഹരമായ ഒരു 4 കെട്ട് രീതിയിലാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചത്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് കോട്ടേജുകളുണ്ട്. എല്ലാം വാട്ടർ കണക്ഷൻ എല്ലാം ഉള്ളതാണ് കേട്ടോ. എ സിയുടെ ഫാനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എ സിയൊക്കെ ഉള്ള റൂമുകളായിരിക്കാം. ആദ്യം നമ്മൾ പോകുന്നത് 84 വയസ്സുള്ള സോമൻ എന്ന് പറയുന്ന ആന, കാട്ടാനയെ ഇപ്പം നാട്ടാനയാക്കിയിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് മനോഹരമായ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പ് ഈ കെട്ടിടമൊന്നും ഇല്ലായിരുന്നു. ഇതിനകത്ത് ട്രഞ്ച് എടുത്തിട്ടിട്ട് അതിനകത്താണ് നിർത്തിയിരുന്നത്. നമ്മൾ ആനയെ കാണാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ ഒരു അരമാർക്ക് പോലും ഇല്ല ആന എവിടെയാണ് കിടക്കണേന്നുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ ഇടയിൽ എവിടെയോ ഒളിച്ചിരിക്കും പോലെയാണ് ആന കിടക്കുന്നത്. നമ്മൾ നോക്കി കണ്ടുപിടിക്കണം. അത്രയും വലിയ സെറ്റപ്പ് വന്നിട്ട് അതിൻ്റെ ഒരു അടയാളം പോലും ഇല്ല. കണ്ട ചേട്ടൻ മുമ്പേ പോയിട്ട് കണ്ടുപിടിച്ച് എവിടെയാണ് ആന കിടക്കണേന്നുള്ളത്. ഒരിടത്ത് ഒരു ബോർഡ് പോലും ഇല്ല, ഒരു സൈൻ ബോർഡും ഇല്ല ആന അവിടെ കിടക്കണം എന്നുള്ളതിൻ്റെ. 85 വയസ്സ് പ്രായമുള്ള ആന. കൊമ്പിനെ മുറിച്ച് മാറ്റിയത്, ഇങ്ങനെ ക്രോസ് അടിച്ച് വരുമ്പോൾ മുറിച്ച് മാറ്റി. എന്ത് സുഖമല്ലേ വെയിൽ കൊള്ളണ്ട, ഫുഡ് സമയത്തിന് സമയം. കണ്ടമാനം കെട്ടിടങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ. മുമ്പാണെങ്കിൽ ഇത്രയൊന്നും ഇല്ല. നമ്മളതിനെ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. ഇവിടേക്കാണ് മുമ്പ് ആനേനെയൊക്കെ കെട്ടിയത്. ഇപ്പോൾ ഇവിടെ എല്ലാം കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. ആന ഇത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി നോക്കാം. ഈ കെട്ടിടങ്ങൾ ഇവിടെ വരുന്ന ആനപ്പാപ്പാമായിരിക്കും ഓരോ ഓഫീസേഴ്സിനും അതുപോലെ തന്നെ താഴോട്ടുള്ള ഏതൊക്കെ ഭാഗങ്ങൾ റെൻറ്റിനും കൊടുക്കും. അതായത് ബംഗ്ലാവുകൾ പോലെ കെട്ടിയിട്ടിട്ട് അത് റെൻറ്റിന് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. പക്ഷേ അതാ ഇതിലെ പോയിരുന്ന ഞാനെ കാണാറുണ്ടോ. ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. ആഴമൊക്കെ ഉണ്ട്, നല്ല ആഴമുണ്ട്. അങ്ങനെ നമ്മൾ പെഡൽ ബോട്ട് എടുത്തിരിക്കുകയാണ് ഗൈസ്. 4 പേർക്കും കൂടി 200 രൂപയാണ് പെഡൽ ബോട്ട്. ഇതിൻ്റെ അളവിൽ കേട്ടോ. അതന്നെ നമ്മള്
ബാക്കിലോട്ട് പറഞ്ഞു പുറകോട്ട് പോകുള്ളൂ. ലെഫ്റ്റും റൈറ്റോടാ. ഇടിയും പാപ്പി കാലും പൊള്ളുണ്ട്. ക്യാപ്റ്റൻ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ക്യാപ്റ്റൻ പറയൂ. നമുക്ക് എങ്ങോട്ട് പോവാം? എങ്ങോട്ട് വേണം പോവാം? നമുക്ക് ആദ്യം ഫ്രണ്ടിലേക്ക് ഓട്ടാ. ചേട്ടാ തിരി, ഉണ്ണി ചവിട്ടണില്ല. എടാ ഇങ്ങോട്ട് തിരിടാ. ഏക്ക് എവിടെ പോണ്ടാ? അങ്ങോട്ട് പോയിട്ട് കറങ്ങി വരാണ്. അങ്ങ് പോവാം ആദ്യം. അങ്ങോട്ട് പോകലെന്ന് പറഞ്ഞാൽ പെടൽ ഫോട്ടോ എടുത്ത് 2 പൊട്ടന്മാരും കൂടെ ചവിട്ടും. 2 എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ. ഡ്രൈവർ ഞാനാണ്. ഞാനും ആനി ഇപ്പം CID മൂസയുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ദിലീപിനെ കൊണ്ട് സലീം കുമാർ ഒരു പോക്ക് പോകല്ല. അതെയാണ് മര്യാദക്ക് ആ കുട്ടാഞ്ചി പറഞ്ഞ് അവനെങ്കിലും വന്ന് തുടങ്ങിയാല്. ശരിയാണല്ലേ, നമ്മൾ പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് റേറ്റ് കുറവ്. അതിലൊരാക്കി വാഴ വെച്ചോണ്ട് മര്യാദക്ക് ഇരിക്കും. ഒന്നും ചെയ്യല്ല, ഞാൻ മുന്നേ കണ്ണടച്ചിരിക്കും. എത്ര നേരം വേണം നിൽക്കാം? അരമണിക്കൂറ്. അരമണിക്കൂറുണ്ട്. ഇവിടുന്ന് അവിടെ ചവിട്ടിട്ട് തിരിച്ചെത്തുമ്പോ തന്നെ അരമണിക്കൂർ മര്യാദ. എങ്ങോട്ട് പോണത്? ഇല്ല, അടുപ്പത്തിക്കണോ? ഇനി നമ്മൾ ഇവിടെ ഇട്ടിട്ട് ആ കാണുന്ന ബോട്ടിലാണ് പോകുന്നത്. അല്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങളെ ഞാൻ ഇവിടെ ഇറക്കി വിടട്ടെ. തിരിച്ച് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ചവിട്ടാൻ കുറെ പാടുപെടും. കാരണം എന്താ അറിയാമോ? അങ്ങോട്ടോ കാറ്റടിക്കണ ഇങ്ങോട്ടാ, വെള്ളം ഇങ്ങോട്ട്. നമ്മൾ 1:13 ഈ പെഡൽ ബോട്ട് എടുത്തത്. നമ്മള് ഈ കാണുന്ന ഇത്രയും ഭാഗം കറങ്ങി കറക്റ്റ് 10 മിനിറ്റിൽ വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് വന്നു. ഇനി വീണ്ടും ഒരു റൗണ്ടിൽ കൂടെ കറങ്ങാം. 1 അല്ല 2 റൗണ്ട് കറങ്ങാനുള്ള സമയമുണ്ട്. അങ്ങോട്ടും കൂടെ പോടാ. അതിലെ പോണേ. ഉണ്ണിയും ചാറിനും കഷ്ടപ്പെട്ട് ചവിട്ടണുണ്ട് കേട്ടോ. ഞങ്ങൾ ബാക്കിൽ സുഖിച്ചിരിക്കുകയാണ്. ആദ്യം കയറിയപ്പോൾ പേടിയായിരുന്നു ദൈവന്. എന്നിട്ട് അവ ഇപ്പം ആഹ്ലാദിച്ച് ചവിട്ടണം. നൈസായിട്ട് കാറ്റടിച്ചു. നിങ്ങൾ മിണ്ടായിരുന്നു പോകും നോക്കിട്ട്. പായിക്കപ്പോലായിരിക്കുന്നു ഗൈസ്. നമുക്ക് പറയാം. എന്നിട്ട് ബാലൻസ് കിട്ടിയില്ല, അങ്ങ് പോയി എന്ന് പറയാം. നമുക്ക് അങ്ങ് പോവാം. നേരെ പോടാ. ആ അതിലെ ഈ കാണുന്ന ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ നേരമാണ് ഗൈസ്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളിങ്ങനെ പോയി അങ്ങനെ കറങ്ങാം. ആ കയറല്ലേ? ആ കയറിന് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് മുമ്പേ നിങ്ങൾ വളച്ചോളണം. അതുകൊണ്ട് ഇറങ്ങി അതിന് വളച്ചു തരാം. കാല് വേദന ചാർന്ന് ക്യാപ്റ്റന്റെ കാല് ധരിക്കുന്നു ഗൈസ്. ക്യാപ്റ്റൻ അതുകൊണ്ട് തിരിച്ച് കറക്കിക്കോണം. അങ്ങോട്ട് പോകാൻ പറ്റൂല, അല്ലാതെ തിരിഞ്ഞ് കയറി വരൂല. കാറ്റും കൂടെ കിടക്കണുണ്ട്. അങ്ങ് എത്തണം. ഞാൻ അവിടെ വരെ പോകാൻ പറ്റുന്ന അവിടെ വരെ പോയിട്ട് റിവേഴ്സ് എടുക്കും. സ്പൾബർ എന്നാണ് എൻ്റെ ക്യാപ്റ്റന്റെ പേര്. ക്യാപ്റ്റൻ മരിച്ചു കിടന്ന് ചവിട്ടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നെറ്റിയിലെ വിയർപ്പ് നമുക്ക് കാണാം. ബാക്കിലിരുന്ന് യാതൊരു അധ്വാനവും ഇല്ലാതെ സുഖിക്കുന്ന ഞങ്ങൾ. വെയിൽ ഉച്ചമണ്ടയിൽ അടിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ അധ്വാനം കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്. കൃത്യം ആ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേട്ടനും ഉണ്ണി നോക്കുന്നത്. ഇതിൽ ആര് ശ്രമിച്ചാൽ ഇത് കറക്റ്റ് ആവുമെന്ന് അറിഞ്ഞത് കണ്ട. ക്യാപ്റ്റൻ ഓൺ ഫയർ മോഡ്. അവിടെ ഇരിക്കണം കേട്ടോ. റോഡിൽ മാത്രമല്ല, ഞാൻ വെള്ളത്തിലും വണ്ടി ഓടിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് ശ്രീകുമാറിന്റെ അരിമസന്തതി ശ്രീജിത്ത്
ശ്രീജിത്താണ് ഇത് പാർക്ക് ചെയ്യുന്നത്. ആ വണ്ടിയുടെ പെയിന്റ് ഇപ്പൊ പോകും. മിഷൻ അക്കംപ്ലിഷ്. കുടുംബ വീട്ടിൽ പോകുമ്പോഴാണ് അവനൊക്കെ പോണത്. അപ്പൊ അതൊക്കെ പോയിടാ. പെടലിൽ ബോട്ടിലേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തൊടവേദന എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. ചാർജ് ഇല്ല കൈസ്, ഇനി 10% ചാർജ് ഉണ്ട്. അപ്പുറത്തോട്ടാണെങ്കിൽ ആന ഇഷ്ടം പോലെ എനിക്കൊന്നും പറയും. കൈസ് പിടിച്ചിട്ട് അങ്ങോട്ട് ഇത് നമ്മളൊരു സൈൻ ബോർഡ് കണ്ടോ, ദിസ് വേ എന്നുള്ളത്. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് വലത് സൈഡിൽ കാടിനോട് ചേർന്ന് 3 ആനകളെ കെട്ടിയിരിക്കുന്ന കണ്ടു. ഇത് 3 കുട്ടി ആനകളാണ്. അതിൽ ഏറ്റവും കുറുമ്പ് പിടിച്ച ആൾ ദാ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. നൈസാണ് പുള്ളി, ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഇവിടെ നിന്നുകൊണ്ട് മണ്ണൊക്കെ വാരി എറിയുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു മോഴയാണ് കേട്ടോ. ഹരീന്ദ്രൻ അങ്ങനെ എന്തോണ് പേര് പറഞ്ഞത്, കറക്റ്റായിട്ട് ഓർമ്മിക്കുന്നില്ല. നമ്മൾ 3 ആനക്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, പക്ഷേ നമുക്ക് അത്രയും ടൈമില്ല. 2 മണിയായേ ഉള്ളൂ. 1 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ ഒരു മാമൻ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഗൈഡുമാണ്. എവിടെ എടാ ഇതൊന്നുമില്ല. എടാ മോനെ വിഷയം മൂന്ന് പേരും കൂടെ പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് മാറിയായിരുന്നു. കാരണം പറയാൻ പറ്റൂലല്ലോ ഇനി പൊട്ടിച്ചുകൊണ്ട് വരുമോ ഇല്ല എന്നുള്ളത്. കാരണം എന്താ, ഇവിടെ കമ്പി കെട്ടി വെച്ചിരിക്കുന്നത് ചെറിയൊരു കയറ് വെച്ചിട്ടാണ്. അത് നല്ല രീതിക്ക് ഒരു വലിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊട്ടിച്ചുകൊണ്ട് വരാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് ഗൈഡ് മാമൻ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് നമ്മുടെ അടുത്ത് പുറകോട്ട് നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഗൈഡ് പറയുന്നതിൻ്റെ പുറത്തോട്ട് പോവാതിരിക്കുക, അതാണ് സേഫ്. നീയൊക്കെ ചെന്ന് അങ്ങ് കയറണമെന്നാണ് മിണ്ടാ മതി. ആണ്ടാ 3 പേരും വന്നിരിക്കുന്നു. 3 പേരും വന്നാ ഇതപ്പം എൻ്റെ ഇടയ്ക്ക് കയറി നമുക്ക് പോകും. ഓടാ ഇല്ല തേങ്ങയല്ലേ കഴിച്ചു. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ആകെപ്പാടെ അറ്റാക്ക് ചെയ്തതായി ഈ ഒരു പുള്ളി മാത്രമാണ്. കഴിച്ചുകൊണ്ടിരുന്ന ചെടി എന്തൊക്കെ എടുത്ത് ഉണ്ണീനെ എറിയൊക്കെ ചെയ്തായിരുന്നു. അതിലേക്ക് കയറിയെന്നാണ് കൈസാനെ കാണുന്നത്. കോട്ടൂരിലെ ആനകളുടെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. ബൈ.